അങ്ങനെ നമ്മുടെ നോറ ഇപ്പോൾ നമ്മുടെ സീക്രട്ട് റൂമിലാണ്. സീക്രട്ട് റൂമൊന്നും പറയാൻ കഴിയില്ല, നമ്മുടെ ആക്ടിവിറ്റി ഏരിയ ആണ് താൽക്കാലികമായി ഇവർ സീക്രട്ട് റൂമായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു സോഫയൊക്കെ ഇട്ട് അവിടെ ഹെഡ്സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയ ഉള്ള സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീനിൽ കൂടെ കാണാനും കഴിയും. ഇതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ സീസൺ 4 ഉള്ള പോലത്തെ ഒരു സീക്രട്ട് റൂമൊന്നുമില്ല. അത് ഈ പ്രാവശ്യത്തെ സെറ്റിലില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു നമ്മുടെ ആക്ടിവിറ്റി ഏരിയ ആണ് താൽക്കാലിക സീക്രട്ട് റൂമായിട്ട് ഇവർ എടുത്തിരിക്കുന്നത്. അവിടെ ഇരുന്നിപ്പോൾ കാണുവാണ് ആൾ. എന്തായാലും ഞാൻ പറഞ്ഞില്ല, രാത്രിയോട് മിക്കവാറും ഇന്ന് രാത്രി തന്നെ കയറും ആൾ. നാളത്തേക്ക് വെക്കാൻ ചാൻസ് ഇല്ല, ഇന്ന് രാത്രി തന്നെ ആയിരിക്കും ആൾ കയറാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും നോറ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോറ ഇപ്പോൾ അവിടെയുള്ള മറ്റ് പലരും ഈ പ്രാവശ്യം പുറത്ത് പോകേണ്ട ആയിരുന്നു. അപ്പം സായിയൊക്കെ അവിടെ ഒരു കുന്തവും ചെയ്യുന്നില്ല. അപ്പം സായിയൊക്കെ വെച്ച് നോക്കിയാൽ നോറ അത്യാവശ്യം അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്, കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്നാമതേ ലൈവിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ശോകമാണ്, ഫുൾ ശോകമാണ്. അപ്പം എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കുന്നവരൊക്കെ അവിടെ നിന്നിട്ട് ഒന്നും ഇല്ലാത്തവർ പോകുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് തോന്നി ഈ വീക്ക് ഏറ്റവും കുറവ് വോട്ടിംഗ് ഉള്ളത് നമ്മുടെ നോറയ്ക്കും നന്ദനയ്ക്കും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം നന്ദന ഓൾറെഡി പുറത്ത് പോയി, നമ്മുടെ നോറയെ ഒരു സേവ് ചെയ്ത പോലെ ആയിരിക്കും. പിന്നെ ബിഗ് ബോസ് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല, അപ്പോൾ ഇങ്ങനൊരു കണ്ടൻറ് ആയിക്കോട്ടെ എന്ന് വെച്ചതായിരിക്കാം. അല്ല പ്രത്യേകിച്ചൊരു ഈ ഒരു സമയത്ത് ഈ ഒരു ട്വിസ്റ്റ് പ്രത്യേകിച്ച് നമുക്ക് പ്രേക്ഷകർക്കാർക്കൊന്നും തോന്നുന്നില്ല അല്ലേ. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.